ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 6-ാം തീയതി ഇന്നേ ദിവസം വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി സഭ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതലും 10-ാം അധ്യായം 1-ാം വാക്യവും 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ക്രിസ്തുവിന്റെ വലിയൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ വിളവിന്റെ നാഥനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. തുടർന്ന് യേശു തന്റെ അപ്പസ്തലന്മാരെ അധികാരം കൊടുത്തുകൊണ്ട് അയക്കുകയാണ്. വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യേശു തന്റെ അപ്പസ്തലന്മാരുടെ മേൽ, എല്ലാ പൈശാചിക ശക്തികളുടെ മേലും രോഗങ്ങളുടെ മേലും അവർക്ക് അധികാരം കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞയക്കുന്നു. വചനം കേൾക്കുമ്പോൾ രോഗങ്ങൾ സുഖപ്പെടും. വചനം കേൾക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ പുറത്തുപോകും. നമ്മുടെയൊക്കെ പോരാട്ടം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നു. നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടുമല്ല, നമ്മുടെ പോരാട്ടം തിന്മയുടെ ശക്തിയോടാണ്, പൈശാചിക ശക്തികളുടെ മേലാണ് നമ്മൾ നിരന്തരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരോടല്ല, നമ്മൾ പിശാചിനോടാണ് പോരാടുന്നത്. ശത്രു മനുഷ്യരല്ല, തിന്മയുടെ ശക്തിയായ പിശാചാണ് എന്ന ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാൻ അപ്പോസ്തലന്മാർക്ക് യേശു അധികാരം നൽകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ആഗമനകാലത്തിന്റെ ഈ ദിവസത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സഭയിലൂടെ ലഭിക്കപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ ബലിയല്ലേ. വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം, നമ്മുടെ രോഗാവസ്ഥകളുടെ മേൽ ഇടപെടണമേ എന്ന്. എന്തെങ്കിലുമൊക്കെ പൈശാചികമായ പീഡകൾ നമ്മളോ നമ്മുടെ കുടുംബങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയണ എന്താണ്? വചനം നമ്മൾ വായിക്കണം, വചനം നമ്മൾ കേൾക്കണം. വചനത്തിലൂടെയാണ് അശുദ്ധാത്മാക്കൾ പുറത്തു പോവുക. ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ വ്യാധികളുടെ മേൽ, രോഗങ്ങളുടെ മേൽ, പ്രയാസങ്ങളുടെ മേൽ, ദുഃഖങ്ങളുടെ മേൽ ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈ ആഗമന കാലത്തിൽ ആയിരിക്കുന്ന ഈ അവസരത്തിൽ വചനം വായിക്കാൻ ഈശോ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തേ. നമ്മൾ ഇന്ന് ദിവസം ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിൾ തുറന്നുകൊണ്ട് ഒരു ദിവസം ഒരു അല്പനേരമെങ്കിലും വചനം വായിക്കാനുള്ള ശീലം നമുക്ക് ആരംഭിക്കാം. വെറുതെ വായിക്കരുത്. നമ്മുടെ റൂമിൽ ഉച്ചത്തിൽ നമ്മൾ വായിക്കണം. ദൈവത്തിന്റെ വചനം, പ്രകാശത്തിന്റെ വചനം നമ്മളുടെ കുടുംബത്തിൽ ഉച്ചത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ മുറിയിൽ ഉച്ചത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എല്ലാ അന്ധകാര ശക്തികൾ ദൈവവചനത്തിന്റെ ശക്തിയാൽ പുറത്തേക്ക് പോകും. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകും. ആ ദൈവം നൽകുന്ന വാഗ്ദാനമാണ്, ഉറപ്പാണത്. ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.